229 റോമൻ പട്ടണങ്ങളെ ചാരത്തിൽ മൂടി മനുഷ്യരെയും അവരുടെ സാമ്രാജ്യങ്ങളെയും നാമാവശേഷമാക്കിയ സ്ഫോടനമാണ് വെസൂവിയസ് അഗ്നിപർവ്വത സ്ഫോടനം. ഈ പൊട്ടിത്തെറിയിൽ കത്തിക്കരിഞ്ഞ 2000 വർഷം പഴക്കമുള്ള ചുരുൾ ഗവേഷകർ കണ്ടെത്തിയിരുന്നു. ചാരത്തിൽ മൂടപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഈ ചുരുൾ ഒരുപക്ഷെ ആധുനിക മനുഷ്യർക്ക് തീർത്തും അജ്ഞാതമായ പല നിഗൂഢ രഹസ്യങ്ങളും വെളിപ്പെടുത്താൻ കഴിവുള്ളതാണ്. എന്നാൽ നമ്മുടെ ഗവേഷകർക്ക് ഈ റോമൻ പുരാതന ഗ്രന്ഥം വായിച്ചെടുക്കാൻ മാത്രം കഴിഞ്ഞിരുന്നില്ല. കാരണം ഓരോ തവണ ചുരുൾ അഴിക്കാൻ ശ്രമിക്കുന്തോറും അത് കൂടുതൽ കൂടുതൽ നശിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ചുരുളഴിക്കാൻ സംഘം ഒരു ചലഞ്ച് നടത്തി. കഴിഞ്ഞ വർഷം മാർച്ചിൽ ആരംഭിച്ച വെസൂവിയസ് ചലഞ്ചിൽ 2024 ഫെബ്രുവരി 5-ന് 3 ഗവേഷകരാണ് വിജയികളായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ലാവയിൽ പൊതിഞ്ഞ് ചാരത്താൽ മൂടപ്പെട്ടുപോയ 2000 വർഷം പഴക്കമുള്ള ഈ ചുരുൾ വായിച്ചെടുക്കാൻ അവരുപയോഗിച്ച വിദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം തേടലായിരുന്നു. ഇതിന് പ്രതിഫലമായി ഇവർക്ക് ലഭിച്ചത് $1 മില്യൺ. വെസൂവിയസ് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നശിച്ചുപോയ റോമൻ പട്ടണമായ ഹെർക്കുലേനിയത്തിൽ നിന്ന് കണ്ടെടുത്തതായിരുന്നു ഈ ചുരുൾ. AD 79-ലെ റോമൻ വാസസ്ഥലങ്ങളായ പോംപൈ, ഹെർക്കുലേനിയം എന്നിവ തകർത്ത പൊട്ടിത്തെറിയുടെ പേരിൽ അറിയപ്പെടുന്ന അഗ്നിപർവ്വതമാണ് വെസൂവിയസ്. ഇറ്റലിയുടെ പടിഞ്ഞാറൻ തീരത്ത് നേപ്പിൾസ് ഉൾക്കടലിനും നേപ്പിൾസ് നഗരത്തിനും അഭിമുഖമായിട്ടാണ് വെസൂവിയസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. പഴയ സോമ അഗ്നിപർവ്വതത്തിന്റെ ഗർത്തത്തിലാണിതുള്ളത്. കഴിഞ്ഞ 17,000 വർഷത്തിനിടെ വെസൂവിയസ് പർവ്വതം 8 തവണ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെന്ന് രേഖകൾ പറയുന്നു. ഇതിൽ AD 79-ൽ നടന്നതാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായത്. അന്ന് പോംപയിലും ഹെർക്കുലേനിയത്തിലും ഉണ്ടായിരുന്ന 16,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്നു. സ്ഫോടനം നിറച്ച ചാരത്തിലും ചെളിയിലും പാറക്കഷ്ണങ്ങളിലും മനുഷ്യരും അവരുടെ നാടും ചരിത്രവും മൂടപ്പെട്ടുവെങ്കിലും ഇന്നും അവിശ്വസനീയമായ തെളിവുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് പലതും ആ പട്ടണത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്നുമാണ് ഇപ്പോൾ വാർത്തയിൽ ഇടം പിടിച്ച ഈ ചുരുളും കണ്ടെടുത്തത്. കഴിഞ്ഞ വർഷം കെൻഡക്കി സർവകലാശാലയിലെ ഡോക്ടർ ബ്രെന്റ് സീൽസും സംഘവും ഈ ചുരുൾ നിവർത്താൻ ഉയർന്ന റെസല്യൂഷനുള്ള CT സ്കാനുകൾ ഉപയോഗിച്ചു. എന്നാൽ ഇതിൽ പടർന്നിരുന്ന കറുത്ത കാർബൺ മഷിയിൽ നിന്നും അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ ആർക്കും കഴിയാതെ വന്നു. ഒടുവിലാണ് ചുരുൾ നിവർത്താൻ ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ സീൽസിന്റെ ടീം സ്കാൻ ചെയ്ത 4 സ്ക്രോളുകളിൽ ഒന്നിൽ എഴുതിയിട്ടുള്ള 2000 ഗ്രീക്ക് അക്ഷരങ്ങൾ മനസ്സിലാക്കാൻ AI ടൂളുകൾ സഹായിച്ചു. പക്ഷേ ഇത് ചുരുളിന്റെ വെറും 5% മാത്രമേ ആവുന്നുള്ളൂ. ബെർലിനിലെ PhD വിദ്യാർത്ഥിയായ യൂസഫ് നാദർ, സ്പേസ് എക്സ് ഇന്റേണും വിദ്യാർത്ഥിയുമായ ലൂക്ക് ഫാരിറ്റർ, സ്വിസ് റോബോട്ടിക്സ് വിദ്യാർത്ഥി ജൂലിയൻ ഷില്ലിംഗർ എന്നിവർ വിവർത്തനം ചെയ്ത അക്ഷരങ്ങളിൽ നിന്നും ചുരുളിൽ അടങ്ങിയിരിക്കുന്നത് സംഗീതം, ഭക്ഷണം ഇവ ജീവിതത്തെ എങ്ങനെ ആസ്വാദ്യകരമാക്കുന്നു എന്ന വിഷയത്തിലുള്ള തത്വചിന്തയാണെന്ന് പറയുന്നു. മാത്രമല്ല, ഗ്രീക്ക് തത്വചിന്തകനായ ഫിലോഡെമിസിന്റെ മാതൃകയാണ് എഴുത്തിന്റെ ശൈലിയിലുള്ളതെന്നുമാണ് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ വർഷത്തോടെ ചുരുളിന്റെ 90% വായിച്ചെടുക്കാൻ സാധിക്കുമെന്നും അതിലൂടെ കൂടുതൽ വ്യക്തത വരുമെന്നുമാണ് വെസൂവിയസ് ചലഞ്ചിന് പിന്നിലെ ടീം പ്രതീക്ഷിക്കുന്നത്.